ഗൈസ്, അപ്പോൾ നമുക്ക് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. പറഞ്ഞാൽ തീറ്റ കൊടുക്കണതോ, ഏതൊക്കെയാണ് തീറ്റയെന്നോ, ഏതൊക്കെ തീറ്റ കൊടുക്കണമെന്നോ അതൊന്ന് കണ്ടാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ടപ്പോൾ അതാ ചാടിപ്പോയി. ഓക്കെ, നമ്മൾ ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഡോറിൻ്റെ അവിടെ ഉള്ളത് ഓപ്പൺ ആയിട്ടുള്ളത് നമ്മൾ ഒഴിവാക്കി. ഇതെല്ലാം ഉണ്ടോ, ഇങ്ങോട്ടൊരു ഷീറ്റ് വലിച്ച് കെട്ടി, ഇങ്ങോട്ട് എന്തിനാ ഷീറ്റ് വലിച്ച് എടുത്തിട്ട് പറഞ്ഞാൽ അത് തന്നെ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് തരാം കേട്ടോ. നമ്മൾ തീറ്റ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ഉണ്ടോ, കുറച്ച് പേര് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് തീറ്റയ്ക്ക് വേണ്ടിയിട്ട്. ഉണ്ടോ, അവിടെ തല്ലൂടുന്നുണ്ട് തീറ്റയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊരു കോഴിനെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടല്ലേ. ചെറിയൊരു അസുഖം വന്നതാണ്. ഞാൻ എന്ത് മരുന്നാണ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പം മെല്ലെ ഉള്ളിലോട്ട് പോവാം. ഇതാണ് നമ്മളെ ഫസ്റ്റ് തീറ്റ. ചോളമല്ലേ അത് പൊടിച്ചത്. ഇതാണ് തീറ്റ നമ്മൾ കൊടുക്കണമെന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കാറ്. ഇത് കൊടുക്കാറുണ്ട്. ഈ തീറ്റ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കേട്ടോ കൊടുക്കുന്നത്. ചെറിയ കുഞ്ഞു പറഞ്ഞാൽ ഒരു 2 മാസം 2.5 മാസം 3 മാസമായ കുഞ്ഞുങ്ങൾക്കാണ് അത് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനെ വേറെ എല്ലാവർക്കും അറിയണ തീറ്റയാണത്. തീറ്റയാണ്. ഇതിലുണ്ടോ സാധാരണ ഇതിൽ ചോളകത്തിൻ്റെ ചെറിയ പൊട്ടുന്നൊക്കെ ഉണ്ട് ഇതിൽ ഉണ്ടോ. ഇത് നമ്മൾ തീറ്റയായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ തീറ്റ യൂസ് ചെയ്യണതാണ്. ഇതാണ് നമ്മൾ കൊടുക്കാറ്. ഇതും പിന്നെ ഗോതമ്പ് മിക്സ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഗോതമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോതമ്പ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതെങ്ങനെ കൊടുക്കാറ് വെച്ചാൽ ഗോതമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് പിന്നെ അതായത് ഇന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തലേ ദിവസം നമ്മൾ രാവിലെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ അതായത് ഇന്ന് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ വെള്ളം എടുത്തിട്ട് ഇത് മിക്സാക്കി കൊടുക്കും. ഗോതമ്പും ഇതും നമ്മൾ മിക്സാക്കും. ഇത് നല്ല പ്രോട്ടീനുള്ള ഫുഡാണ് കേട്ടോ. നല്ല ഫുഡാണ്. ഇതിൽ 2-3 ഐറ്റം വരുന്നുണ്ട്. നമ്മൾ കുഴപ്പമില്ലാത്ത ഐറ്റമാണ് നമ്മൾ മേടിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തീറ്റകളാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ ഇതും തീറ്റയാണ്. പിന്നെ ഒന്നാമത് വേറെ സാധനമാണ് ഇതെന്താ വെച്ചാൽ നമ്മളെ കോഴിമുട്ടിൻ്റെ തോടില്ലേ, കോഴിമുട്ടിൻ്റെ തോട് നമ്മൾ പൊടിച്ച് കാൽസ്യത്തിന് വേണ്ടിയിട്ട്, കോഴികൾക്ക് കാൽസ്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ്. ഇത് നമ്മൾ ഈ തീറ്റയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. ബസീലിൻ്റെ കുട്ടികൾക്കുള്ള തീറ്റ നമ്മളതിൽ ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. ഫില്ലാക്കിയിട്ട് നമുക്കിനി ഇത് വെച്ച് കൊടുക്കാൻ പോവാം. എല്ലാവരും വിശന്നിട്ട് ഇരിക്കണ തോന്നുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല വിശന്നിട്ടാണ് ഇരിക്കുന്നത്. നല്ല വിശന്നിട്ടാണെന്ന് ഇരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് കഴിക്കണുണ്ട്. നല്ലപോലെ കഴിക്കണുണ്ട് കണ്ടോ.